നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കെ സുധാകരൻ നീക്കം എന്താണ് നമുക്ക് അജീഷ് ജയകുമാറിനോട് ചോദിച്ചറിയാം. അജീഷ്, ഗുഡ് മോർണിംഗ്. മുൻപ് കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ ഇമോഷണലായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തിങ്കളാഴ്ച അദ്ദേഹത്തോട് ഡൽഹിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞു, പക്ഷെ പോകാൻ തയ്യാറായില്ല. അപ്പോൾ ഇനിയിപ്പോൾ കെ സുധാകരൻ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഡൽഹിക്ക് ഉള്ളൂ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിലാണോ അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്രയാകാൻ തീരുമാനിച്ചിരിക്കുന്നത്? അദ്ദേഹവുമായുള്ള ആ പ്രശ്നമൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ടുണ്ടോ? മത്സരിക്കുമോ? ഏറ്റവും ഒടുവിലും അദ്ദേഹത്തെ രമേശ് ചെന്നിത്തല മാത്രമാണ് ഫോൺ വിളിച്ചിട്ടുള്ളത്. അതിന്റെ തുടർന്നാണ് അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലേക്ക് തിരിച്ചതും. രാഹുൽ ഗാന്ധിയുമായും ഖർഗെയുമായും അദ്ദേഹം കൂടിക്കാഴ്ച. അദ്ദേഹത്തിന്റെ ക്യാമ്പിന്റെയും പ്രതീക്ഷ അവസാന ഘട്ടത്തിലെങ്കിലും കണ്ണൂർ സീറ്റിൽ മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് തുടരുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഡൽഹിക്ക് വണ്ടി കയറിയത്. എന്തായാലും കണ്ണൂരിൽ സീറ്റിൽ കെ സുധാകരനും ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൂടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ദിവസം ഈ സമ്മർദ്ദം തുടർന്നതും. നേരത്തെ കേന്ദ്രത്തിന്റെ നേതാക്കളൊക്കെ തന്നെ അനുനയ നീക്കം നടത്തിയെങ്കിൽ പോലും അദ്ദേഹം വഴങ്ങാതെ സമ്മർദ്ദം തുടരുകയായിരുന്നു. കണ്ണൂർ സീറ്റിൽ മത്സരിച്ചേ പറ്റൂ എന്നുള്ളൊരു നിലപാടിൽ തന്നെയായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നത്. കണ്ണൂർ സീറ്റിൽ താൻ വേണം, അത് മത്സരിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിലും വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ അതിന്റെ നേട്ടം കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുയായികളും പ്രചരിപ്പിച്ചത്. എന്തായാലും അത്തരത്തിലൊരു സമീപനം കേന്ദ്രം ഹൈക്കമാൻഡ് എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ കണ്ണൂർ DCCക്ക് ഈ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു അതൃപ്തിയുണ്ട്. അവർ പരസ്യമായി തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിവാദമുണ്ടായത് അത് LDF-ന് ഒരു മേൽക്കൈ നൽകുമോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. ഈ കണ്ണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 കൊല്ലം LDF ആയിരുന്നു ഭരിക്കുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിലായിരുന്നു കടന്നപ്പള്ളി ജയിച്ചു കയറിയത്. സ്വാഭാവികമായിട്ടും ഇത്തവണ ഈ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ UDF-നെ ജയിക്കാനാകും. 10 വർഷങ്ങൾക്ക് ശേഷം UDF കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അവരും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിവാദങ്ങൾ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിക്കുമോ എന്നുള്ളൊരു ആശങ്ക ജില്ലാ നേതൃത്വത്തിനുണ്ട്. എന്തായാലും അതിൽ അവർക്കൊരു അതൃപ്തി ഉണ്ടെങ്കിൽ പോലും കെ സുധാകരൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. കൂടുതൽ വിജയസാധ്യത കൂടുകയുള്ളൂ എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. എന്തായാലും ഇന്ന് നമുക്ക് തീരുമാനം അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.